يذكر في اسمه يسبح له فيها بالغدو والآصال. അവർ അല്ലാഹുവിന്റെ വീട്ടിൽ ഉള്ളവരാണ്. അല്ലാഹുവിന്റെ വീട്ടിൽ അവരുണ്ടാവും. അവർക്ക് കച്ചവടമുണ്ടോ? അവർക്ക് കാര്യങ്ങളുണ്ട്, കച്ചവടമുണ്ട്, കൊള്ളക്കൊട്ടുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും ഇഖാമ സ്വലാത്തിനെ തൊട്ട് അവരെ അസംഗമാക്കുകയും. എന്താ ഇഖാമത്ത് സ്വലാത്ത് എന്നാൽ? നിസ്കാരം അതിന്റെ മുറ പോലെ ജമാഅത്തായിട്ട് അവരോധത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ദൂറ കൊടുക്കുമ്പോൾ ബാബു കേട്ടങ്ങനെ നിന്നോ 3-3:30 നീച്ച് നിസ്കരിച്ചു, അതിനെ പറ്റി എല്ലാവരും പറയാം. എനിക്ക് അവസരത്ത് പറയാം. ഞാൻ എന്റെ വിഷയത്തിൽ വരാം. ഇങ്ങനെ ഇതാണ് ഇപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലല്ലേ എന്താണ് 100. ഈ 100 ഉണ്ടാവുമ്പോഴുള്ള അവസ്ഥ എന്താണ്? അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ഞാൻ ഓതിയ സൂറത്തിന് അതിന്റെ 97-ാമത്തെ ആയത്തിലാണ് من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. നോട്ട് ചെയ്യേണ്ട ആയത്താണ്. പലപ്പോഴും നമ്മളൊരു ധാരണ ദീനീ ജീവിതം നയിച്ചാൽ നാളെ സ്വർഗം ഉണ്ടാവുന്നതാണ്. ഇല്ലേ? സ്വർഗം ഉണ്ടാവുന്നല്ലേ ഒരു വിചാരം? അങ്ങനെയല്ലേ? ദീനനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം കിട്ടും. ആദ്യം ആ തെറ്റിദ്ധാരണ തിരുത്തണം പറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ. ദീനനുസരിച്ച് ജീവിച്ചാൽ ദീനുണ്ടാവും, ദുനിയാവുണ്ടാവും, പരലോകം ഉണ്ടാവും, ദുനിയാവും. എത്രയാണ് ആയത്തുകൾ നിങ്ങൾ? ഒരു ആയത്താണ്. മന്നമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസിയായ നിലയിൽ. വിശ്വാസമാണ്, സൽക്കർമ്മങ്ങൾ മാത്രം കേട്ടില്ല, നല്ല വിശ്വാസം ഉണ്ടായി, ശരിയായ വിശ്വാസമുണ്ടായി സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. ആണാവട്ടെ പെണ്ണാവട്ടെ, മിൻ ദക്രിൻ ഔ ഉൻസ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ. ഫലനുഹയ്യിന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവനിക്ക് നല്ല ത്വയ്യിബത്തായ ജീവിതം തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും എന്ന് പറയുന്നു. അതാണ് പറഞ്ഞത്. നല്ല ജീവിതം, ത്വയ്യിബത്തായ, നല്ല സ്വച്ഛമായ, സ്വസ്ഥമായ, സുന്ദരമായ ജീവിതം ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും കൊടുക്കണം. അതെന്താണ്? സ്വർഗമാണോ? സ്വർഗല്ല, ദുനിയാവിൽ കൊടുക്കുന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? സ്വർഗം വേറെ പറയേണ്ടത്. ശേഷം അവർക്കുള്ള പ്രതിഫലം നാം വേറെ കൊടുക്കും. അവർ ചെയ്ത ഉത്കൃഷ്ട കർമ്മങ്ങൾക്ക് പകരമായി സ്വർഗം വേറെ കൊടുക്കും. ദുനിയാവിൽ നല്ല സ്വച്ഛമായ സമാധാനപൂരിതമായ ജീവിതം കൊടുക്കും.